ആർഎസ്എസിനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആർഎസ്എസിന്റെ ഭീഷണി സംസ്ഥാനത്ത് വിലപ്പോവില്ല. കാലില്ലാത്തവൻ ചവിട്ടുമെന്നത് പറയുന്നത് പോലെയാണ് അവരുടെ ഭീഷണിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിനും ബിജെപിക്കും ഒരേ സ്വരമാണ്. കെ സുരേന്ദ്രന്റെ വിവാദ പ്രസംഗത്തിൽ നിയമപരമായി എന്തു ചെയ്യാൻ സാധിക്കുമെന്നത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. വർഗീയതയ്ക്കെതിരെ ശക്തമായ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുത്താൽ മാത്രമേ സംസ്ഥാനത്ത് മതനിരപേക്ഷത സംരക്ഷിക്കാൻ സാധിക്കൂ. എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന വിടുവായന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിനും ബിജെപിക്കും ഒരേ സ്വരമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പിന്നെ എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന വിടുവായന്മാർ നമ്മുടെ നാട്ടിൽ കുറയും. ആ വിടുവായത്വത്തിനൊക്കെ ഭയന്നു പോകുന്ന ആരാണ് സർ നമ്മുടെ നാട്ടിലുള്ളത്? ഇവിടെ അദ്ദേഹം പ്രതിപക്ഷത്തെ ഉപദേശിക്കുന്നതായിട്ട് കേട്ടു. സർ, അദ്ദേഹം ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ഈ ചില കാര്യങ്ങളിലെല്ലാം ഇവർ ഒന്നിച്ചാണ്. ഇപ്പോൾ കുമ്മനം രാജശേഖരനും VM സുധീരനുമെല്ലാം ഒരേ സ്വരത്തിലാണല്ലോ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഒരേ വാചകങ്ങൾ തന്നെയാണല്ലോ വരുന്നത്, ഒരേ ആശയമാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. സർ, എങ്ങനെയാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? ആർഎസ്എസിന്റെ ഭീഷണി സംസ്ഥാനത്ത് വിലപ്പോവില്ല. കാലില്ലാത്തവൻ ചവിട്ടുമെന്ന് പറയുന്നത് പോലെയാണ് അവരുടെ ഭീഷണി. ഒരു സ്ഥലത്ത് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഗീർവാണമായി മാത്രമേ കാണാൻ സാധിക്കൂ. കെ സുരേന്ദ്രന്റെ വിവാദ പ്രസംഗത്തിന്റെ കാര്യത്തിൽ നിയമപരമായി എന്തു ചെയ്യാൻ സാധിക്കും എന്നത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആർഎസ്എസിനെയും ബിജെപിയെയും പരോക്ഷമായി സഹായിക്കുന്ന കോൺഗ്രസിനുള്ള ശക്തമായ മറുപടിയാണ് മുതിർന്ന നേതാവ് AK ആന്റണിയുടേത്. എന്നിട്ടും തിരുത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ആർഎസ്എസിന്റെ വർഗീയത പോലെയാണ് ന്യൂനപക്ഷ വർഗീയതയും. ഏത് വർഗീയതയ്ക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നിയമസഭയിൽ നിന്നും S. ഷീജ.